കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പിണറായി വിജയനെയും സിപിഎമ്മിനെയും കൊന്നുകൊല വിളിച്ച അമ്പലപ്പുഴ എംഎൽഎ ജി സുധാകരന്റെ പ്രസംഗം വൈറലായിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്തതുമാണ്. സംസ്ഥാനത്ത് ഇടതുപക്ഷം തകർന്ന് തരിപ്പണമാകുവാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് മഞ്ഞക്കുറ്റി അടിക്കൽ എന്നായിരുന്നു അന്ന് വിമർശിച്ചത്. സഖാക്കന്മാരുടെ നിലപാടുകളെയാണ് വിമർശിച്ചത്. രക്തസാക്ഷി മണ്ഡപത്തിൽ മൂത്രമൊഴിക്കുന്നവർക്ക് എന്ത് നിലപാടെന്നായിരുന്നു ജി സുധാകരൻ സഭയിൽ ചോദിച്ചത്. എന്ത് കിട്ടിയാലും കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ലെന്നും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുള്ള എത്രയെണ്ണം ഇവിടെ ഉണ്ടെന്നുമായിരുന്നു അടുത്ത ചോദ്യം. ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പുണ്ടാക്കാൻ വി ഡി സതീശന് സാധിച്ചുവെന്ന് പറഞ്ഞ ജി സുധാകരൻ ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി പിണറായി വിജയന് ചെക്ക് വെച്ചു. അതിന്റെ ക്ഷീണം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല സിപിഎം എംഎൽഎമാർക്ക്. ഒടുവിൽ പൊതുപരിപാടിയിൽ വെച്ച് സിപിഎമ്മിന്റെ പെട്ടിയിലെ അവസാന ആണിയും ജി സുധാകരൻ അടിക്കുന്നുണ്ട്. വി ഡി സതീശൻ സഭയിൽ പ്രസംഗിച്ചപ്പോൾ മറുപടി പറയാൻ ഒരാൾക്കും കഴിയുന്നില്ല. കെ എൻ ബാലഗോപാലിന് സഭയിൽ മിണ്ടാട്ടമില്ല. ഐസക് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പറയും. സഭയിലെ പ്രതിപക്ഷത്തെ കണ്ട് സങ്കടം തോന്നുന്നു. ഇടത്തോട്ട് മുണ്ടെടുത്താൽ ഇടതുപക്ഷമാകില്ല. പറയാൻ അറിയാവുന്ന ഒരാളെങ്കിലും വേണ്ടേയെന്നും ശരിയല്ലെന്ന് പറയാൻ ഒരാളുമില്ലെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് കോൺഗ്രസിന്റെ ഊന്നുവടിയിൽ നിൽക്കുന്ന പാർട്ടിയാണ് സിപിഎം എന്നും അദ്ദേഹം വിമർശിച്ചു. അമ്പലപ്പുഴയിൽ താൻ കോൺഗ്രസിന്റെ ചെളിക്കുണ്ടിയിലേക്ക് പോകുമെന്ന് പിണറായി വിജയൻ പ്രസംഗിച്ചു. സിപിഎം ഇന്ന് എവിടെയാണുള്ളത്? കേരളത്തിന് പുറത്ത് സിപിഎം എഴുന്നേറ്റ് നിൽക്കുന്നത് കോൺഗ്രസ് പിന്തുണയിലാണ്. എന്ത് രാഷ്ട്രീയ ദർശനമാണുള്ളതെന്നും സിപിഎമ്മിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടുവെന്നും സുധാകരൻ പറഞ്ഞു. അടുത്ത കാലത്തൊന്നും സിപിഎം നന്നാകില്ലെന്നും കേരളത്തിൽ കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടമാണെന്നും ജി സുധാകരൻ പ്രസംഗത്തിനിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജനങ്ങളുടെ വിശ്വാസം നേടാൻ കഴിയുന്ന വിദ്യാർത്ഥി യുവജന നേതാക്കൾ സിപിഎമ്മിൽ ഉണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വരാൻ പോകുന്നത് കോൺഗ്രസിന്റെ സുവർണകാലമാണ്. നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. മുസ്ലിം ലീഗ് വലിയ മതനിരപേക്ഷ പാർട്ടിയാണെന്നും സുധാകരൻ പറഞ്ഞു. ജി സുധാകരന്റെ അമ്പലപ്പുഴ മണ്ഡലം വികസന സമിതി ഓഫീസ് കളർക്കോട് തൂക്കുകുളത്തിന് സമീപം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു അദ്ദേഹം സിപിഎമ്മിനെതിരെ ആഞ്ഞടിച്ചത്. കെ സി വേണുഗോപാൽ എംപിയുടെ സാന്നിധ്യത്തിലാണ് ജി സുധാകരൻ ആഞ്ഞടിച്ചത്. ആ വാക്കുകൾ കേൾക്കാം. ബാലഗോപാലിനെ സംസാരിക്കാനും അറിയില്ല. എന്തൊരു ദയനീയമായ ചിത്രമാണ്. വിഷമം തോന്നുന്ന കാരണം ഞാനവിടെ 20 വർഷം ഇവരുടെ കൂടെ ഇരുന്നതല്ലേ. അവസാനം എന്താ എന്റെ അച്ഛനെ വിളിക്കുക. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നതല്ല, വലതുപക്ഷം എന്ന് പറഞ്ഞാൽ വലത്തോട്ട് മുണ്ടെടുക്കുന്നതല്ല. അത് രാഷ്ട്രീയ ഭയമായത് ഇവിടെ ഇല്ല. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അതിശക്തമായ രാഷ്ട്രീയമുള്ള പ്രസ്ഥാനമാണ് UDF മുസ്ലിം ലീഗ്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഏറ്റവും വലിയ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളിലൊന്നാണ്. അതിനെയൊക്കെ കുറച്ച് കാണുക എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണ്. ഞാനൊരു സ്കൂൾ കലോത്സവത്തിൽ പുറക്കാട് ULP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. ഞാൻ കുറെ മിക്ക സ്കൂളിലെല്ലാം പോയി. അവിടെ ചെന്നപ്പോ വികസന സമിതി ചെയർമാനില്ല, വൈസ് ചെയർമാനും ഇല്ല. അയാളെ വിളിച്ചു പറഞ്ഞു എപ്പിസോഡിനോട് ഇവിടെ നിന്ന് നടത്തണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു ഇയാളെ ഉടനെ അടിച്ചു പുറത്താക്കണം ഈ സമിതി എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഏരിയ സെക്രട്ടറിയുടെ പ്രസ്താവന ജി സുധാകരൻ വ്യക്തികളെ ആക്ഷേപിക്കുന്നത് പറഞ്ഞാൽ അയാളോട് പറഞ്ഞിട്ടാണ് ഇയാൾ വരാതിരുന്നത്. അപ്പൊ മനസ്സിലായോ ഈ പാർട്ടി എങ്ങനെ നിലനിൽക്കും? കുട്ടികളുടെ യുവജനോത്സവം പ്രവേശനോത്സവം അത് ബോയ്ക്കോട്ട് ചെയ്ത ആ സമിതിയുടെ ചെയർമാൻ അയാളെ അടിച്ച് പുറത്താക്കണം ഈ സ്ഥാനത്ത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഏരിയ സെക്രട്ടറി വരെ എങ്ങനെ നിലനിൽക്കും? ഇപ്പൊ 2 പഞ്ചായത്തും പൂർണ്ണമായിട്ട് പോയി. പുന്നപ്ര സൗത്തും പുറക്കാടും. ബാക്കി 3 പഞ്ചായത്തിൽ ഭൂരിപക്ഷമേ ഇല്ല. ഇവിടെ 2 CPI ഉള്ളതുകൊണ്ട് മാത്രമാണ് 10 ആയത് 19. ബാക്കി എല്ലായിടത്തും BJPയും കോൺഗ്രസും SDPIയും തമ്മിൽ കൂട്ടുകൂടാത്തതുകൊണ്ട് മാത്രമാണ്. അല്ലെ 5 എണ്ണവും പോകും. അവിടെ അധികാരം പോയി മുനിസിപ്പാലിറ്റിയിൽ. കാരണം ഒരു സ്ത്രീ ചെയർപേഴ്സൺ ആയിരുന്നു 2.5 വർഷം അവരെ എന്നിട്ട് വേറൊരു തീർച്ചു. ഇതൊന്നും ജനങ്ങൾ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയാണ് ശ്രീമതി മോളി ജേക്കബ് UDF മുസ്ലിം ലീഗിന്റെയൊക്കെ പിന്തുണയോടുകൂടി വന്നത്. അതിശക്തമായ രാഷ്ട്രീയമുള്ള പ്രസ്ഥാനമാണ് UDF മുസ്ലിം ലീഗ്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഏറ്റവും വലിയ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളിലൊന്നാണ്. അതിനെയൊക്കെ കുറച്ച് കാണുക എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണ്. 967 EMS മുഖ്യമന്ത്രിയായപ്പോൾ അന്ന് കരുണാകരൻ സാറ് 9 പേര് ആണ്. അദ്ദേഹം 9 പേരെയുള്ള അസംബ്ലിയിൽ. ആരുടെ പിന്തുണ ഉണ്ട്? മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉണ്ട്. മുസ്ലിം ലീഗും CPIയും തമ്മിൽ ഐക്യം മലബാർ മുഴുവൻ അങ്ങ് തൂത്തുവാരി. അതുപോലെ ഒരിക്കലും 111 സീറ്റ് കിട്ടും, 120 അത്രമാത്രം സ്ട്രെങ്ത് മുസ്ലിം ലീഗിനുണ്ട്. മലബാറിൽ കോൺഗ്രസും മുസ്ലിം തമ്മിലുള്ള ഐക്യമാണ് ഇത്തവണയും ധാരാളം സീറ്റുകൾ വാരിയെടുത്തിരിക്കുന്നത്. അപ്പൊ സംശുദ്ധ രാഷ്ട്രീയം, ശരിയായ രാഷ്ട്രീയം അതിൽ ഉറച്ചു നിന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നതല്ല,
വലതുപക്ഷം എന്ന് പറഞ്ഞാൽ വലത്തോട്ട് കൊണ്ടെടുക്കുന്നതല്ല. അത് രാഷ്ട്രീയ നയമായത് ഇവിടെ ഇല്ല. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഉടനെ അത് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ നമ്മൾ കാണാം. ബാലഗോപാലൊക്കെ ആണല്ലോ അസംബ്ലിയിലുള്ളത്. സതീശന്റെ പ്രസംഗം ഉണ്ടായിരുന്നു ചർച്ച കഴിഞ്ഞ അവസാനം. കഴിഞ്ഞ ഗവൺമെന്റ് ധനകാര്യസ്ഥിതിയെ രൂക്ഷമായി 15 മിനിറ്റ് പറഞ്ഞു. ഒരക്ഷരം എഴുന്നേറ്റ് ഡിഫെൻഡ് ചെയ്യണമല്ലോ. പൊങ്ങിയില്ല മേലോട്ട് ഒരക്ഷരം. സാധാരണ വലിയ വാദമുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴത്തെ മന്ത്രി പറയും, പഴയ മന്ത്രി പറയും, ഇപ്പോഴത്തെ മന്ത്രി പറയും, പഴയ മന്ത്രി പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു. 2 രൂപയുടെ പാക്കറ്റിൽ കഴിഞ്ഞിട്ട് ഐസ കുറെയൊക്കെ പറയുമായിരുന്നു. മനസ്സിലായില്ല. മേൽക്കൈ എപ്പോഴും പ്രതിപക്ഷത്തിനാണെങ്കിലും ഐസക് ഇതൊക്കെ പറഞ്ഞു നിൽക്കും. അതുമില്ല, മിണ്ടാട്ടമില്ല. എനിക്ക് സങ്കടം തോന്നി. അതിൽ പ്രതിപക്ഷം പറഞ്ഞ ഒരു കാര്യം ശരിയല്ലായിരുന്നു, എഴുതാറ്റത് ശരിയല്ലെന്ന് പറയണമെന്ന് തോന്നുന്നത് എനിക്ക് ആനന്ദന പറയുന്നത് ഞാൻ പറയാൻ പോയില്ല. അല്ല, കാരണം നമ്മുടെ ശരിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇവർക്കാർക്കും അതറിയില്ല. അത് പറഞ്ഞ് തിരുത്താമായിരുന്നു. അത് അവര് UDF ഭരണകക്ഷി അത് അംഗീകരിക്കും. പക്ഷെ പറയാനറിയാവുന്ന ആരെങ്കിലും വേണ്ടേ? പിണറായി സാഹബാണെങ്കിൽ നനഞ്ഞ കോഴി പോലിരിക്കുക അവിടെ. മനസ്സിലായില്ല, വെള്ളത്തിൽ വിട പോലെ ഒന്നും പെട്ടുന്നില്ല. ബാലഗോപാലിന് സംസാരിക്കാനും അറിയില്ല. എന്തൊരു ദയനീയമായ ചിത്രമാണ്. വിഷമം തോന്നുന്ന കാരണം ഞാനവിടെ 20 വർഷം ഇവരുടെ കൂടെ ഇരുന്നതല്ലേ. അവസാനം എന്താ എന്റെ അച്ഛനെ വിളിക്കുക? നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനെ വിളിച്ചോണ്ട്? അത് മാത്രമല്ല, ദീർഘകാലമായിട്ട് തരുന്ന പോക്ക് ശരിയല്ല എന്ന് മനസ്സിലായി. കൂടുതൽ സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ പോകേണ്ടതാണ്. വന്നതിന് സന്തോഷം, അങ്ങേറ്റ സന്തോഷം. തീർച്ചയായിട്ടും ഇവിടെ ജാതിമത വ്യത്യാസമൊന്നുമില്ല. ആർക്കും വരാൻ കൊടുക്കാം. പിന്നെ കഴമ്പുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം എഴുതി തരുന്നതെന്നുള്ളത്. അല്ലെങ്കിൽ നടക്കത്തില്ല എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും സഹകരണം ഇപ്പം തന്നെ എനിക്ക് ഓഫീസ് തുടങ്ങുന്നതിന് 10-400 പെറ്റീഷൻ കിട്ടിയിട്ടുണ്ട്. അത് എന്നെ ഞാൻ എഴുതിയാൽ ഇരിക്കാനോ വായിക്കാനോ പറ്റില്ല. എന്നാലും അത്യാവശ്യം 10-15 എഴുതി കൊടുത്തു. ബാക്കിയെല്ലാം ഇരിപ്പുണ്ട്. അങ്ങനെ ഇവിടെ പേഴ്സണൽ അസിസ്റ്റന്റ് രതീശനെ നിയമിച്ചിട്ടുണ്ട് ഫുൾ ടൈമായി. അപ്പോൾ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ നോക്കും. എല്ലാവർക്കും വരാം. സന്തോഷം. KCക്ക് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.